അസ്സലാമു അലൈക്കും. ഒരു അർജൻറ്റ് ഫോൺ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഈ പോണത്. ഞാൻ എങ്ങോട്ടാണ് പോണത്, ആരെ കാണാൻ പോണത്, എന്താണെന്നുള്ളതൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആളിപ്പോൾ ദുബായ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള കോപ്ത്രോൺ ഹോട്ടലിലുണ്ട്. അപ്പോൾ വേഗം ഞാൻ ആളെ കാണാൻ വേണ്ടി പോവുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ദുബായ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള കോപ്ത്രോൺ എയർപോർട്ട് ഹോട്ടലിലാണ്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് എനിക്കിവിടെ വരുന്നുണ്ട്. ആള് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ പോവുകയാണ്. അത് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ പോകുമ്പോൾ ദുബായിൽ ഒരു ദിവസം ലേവറുണ്ട്. അപ്പോൾ സിറ്റി ടൂറും കാര്യങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടി പോയതാണ്. എനിക്ക് ലൊക്കേഷൻ അയച്ചെന്ന് ഹോട്ടലിൻ്റെ. ഞാൻ ഇപ്പോൾ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ട് ലേവറിൽ വന്ന് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന അവരവരുടെ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് സമയം ആവുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ ഹോട്ടലിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്നുള്ളത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. കുറേ ആൾക്കാർക്ക് അറിയുന്ന ആളാവും, ചില ആൾക്കാർക്ക് അറിയില്ല. ഏതായാലും വന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ചെറുപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്, ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്നതാണ്. ഞാൻ പ്രവാസിയായി ദുബായിലേക്കും അവൻ പ്രവാസിയായിട്ട് ഓസ്ട്രേലിയയിലേക്കും പോയി. ഓസ്ട്രേലിയയിലാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത് വിത്ത് ഫാമിലി. ഏതായാലും ആളെ കാത്തിക്കാണ്. ആൾ വരുമ്പോൾ കാണിച്ചു തരാം. എന്തോ ആരില്ല മക്കൾക്ക് ഇതൊക്കെയാണ് അറിയോ? വീഡിയോ എടുക്കണ്ട എടാ അറിയോ? അപ്പൊ ഇത് ആരാണ് ആളെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഷാക്കിർ മൂർക്കത്ത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ആൾക്ക് എമിറേറ്റ്സ് കൊടുത്ത റൂമിലാണ് താമസം. ഞങ്ങൾ റൂമിലേക്കാണ് ഇപ്പോൾ നേരെ പോയതെന്നുണ്ട്. റൂമിൽ പോയി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം ഏകദേശം ഒരു 5 കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നത്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അവൻ നാട്ടിലുണ്ടാവില്ല, ഓസ്ട്രേലിയയിലാവും. അവൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ദുബായിലാവും. അപ്പം അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് തമ്മിൽ നേരിട്ട് കാണാൻ പറ്റി. കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. ഇതെൻ്റെ മൂത്ത മകനാണ് അബ്ഷർ. ഞങ്ങൾ അബ്ഷു എന്നാണ് വിളിക്കുക. ഞാൻ കാണുമ്പോൾ അബ്ഷു ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോൾ ആൾ വലിയ ആളായിക്കണ്. ഈ റൂമിൽ ഇതാണ് അവൻ്റെ റൂം. ചെറിയ മക്കൾ രണ്ടാളും നല്ല ഉറക്കിലായിരുന്നു. കാരണം നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് രണ്ടാൾക്കും. രാത്രി 11 മണിക്ക് അവർക്ക് തിരിച്ച് എയർപോർട്ടിൽ എത്താനുള്ള കാരണം പിന്നെ കൂടുതൽ സമയം ഞാൻ അവിടെ നിന്നില്ല. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് ഞാൻ തിരിച്ചിൻ്റെ റൂമിലേക്ക് തന്നെ പോന്നു.